ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് പോരിനാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദിയാകാൻ പോകുന്നത്. 74 വർഷങ്ങളുടെ പോരാട്ട ചരിത്രത്തിൽ ഒപ്പത്തിനൊപ്പമാണ് ഇരു ടീമും. 14 മത്സരങ്ങൾ ഏറ്റുമുട്ടിയതിൽ 6 മത്സരങ്ങൾ വീതം ജയിച്ചിട്ടുണ്ട് അർജന്റീനയും സ്പെയിനും. മാർച്ചിൽ നടക്കേണ്ടിയിരുന്ന ഫൈനലിസ്മ റീഷെഡ്യൂൾ ചെയ്ത പോലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളും കൊമ്പുകോർക്കുകയാണ് ലോകകപ്പിന്റെ കലാശപ്പോരിൽ. രണ്ട് ഫുട്ബോൾ കരുത്തുകളുടെ പ്രതിനിധികളെങ്കിലും പരസ്പരം നന്നായി അറിയുന്ന രണ്ടു ടീമുകളാണ്. അർജന്റീനയുടെ ഇതിഹാസ നായകൻ ജീവിതത്തിലെ പ്രധാന കാലഘട്ടം ചെലവിട്ടതും സ്പെയിനിൽ തന്നെ. ലോക കിരീടത്തിനായുള്ള പോരാണെങ്കിലും സൗഹൃദാന്തരീക്ഷം ഇല്ലാതാക്കില്ല ഈ രണ്ടു ടീമുകളുമെന്നുറപ്പ്. മെസ്സിയും യമാലും നേർക്കുനേർ വരുന്നുവെന്നതാണ് കൗതുകകരം. 2006 കുഞ്ഞു യമാലിനൊപ്പമുള്ള മെസ്സിയുടെ ചിത്രങ്ങൾ അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പറക്കുകയാണ്. ആകെ 14 തവണയാണ് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയത്. രണ്ടു ടീമിനും 6 ജയം വീതം സ്വന്തം. 2 മത്സരങ്ങൾ സമനിലയിൽ. ലോകകപ്പിൽ ഒരു തവണയാണ് അർജന്റീനയും സ്പെയിനും മുഖാമുഖമെത്തിയത്. 1966 ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീന 2-1 ജയിച്ചു. 2018 ഈ രണ്ടു ടീമുകളും അവസാനമായി രാജ്യാന്തര വേദിയിൽ കണ്ടത്. മെസ്സി ഇല്ലാതെ ഇറങ്ങിയ അർജന്റീനയെ 6-1 ആ സൗഹൃദ പൂരിൽ സ്പെയിൻ തകർത്തത്. 2 ലോക കിരീടങ്ങൾ നേടുന്ന ഏക ക്യാപ്റ്റനാകാൻ മെസ്സി പരിശ്രമിക്കുമ്പോൾ പ്രതിരോധ കരുത്തും മിഡ്ഫീൽഡിലെ ക്രിയാത്മകതയും ചേർത്തുവെച്ചാണ് സ്പെയിൻ ആധിപത്യത്തിന് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ലോക ഫൈനൽ കളിക്കുന്ന സ്പെയിൻ സുവർണ തലമുറയുടെ പിന്മുറക്കാരാകാൻ ആഗ്രഹിക്കുന്നു. ലയണൽ മെസ്സിക്ക് ഒരുപക്ഷെ അവസാന രാജ്യാന്തര വേദിയായി മാറാം ഈ ലോകകപ്പ് ഫൈനൽ. റൊസാരിയോക്കാരനാണെങ്കിലും ജീവിച്ചത് മുഴുവൻ സ്പെയിനിലാണ്. സ്പെയിനെ മറികടന്ന് ലോക കിരീടം ഉയർത്താനായാൽ അതിലും മികച്ചൊരു പടിയിറക്കമില്ല ഫുട്ബോൾ രാജാവിന്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.